ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അമേരിക്കയിലെ ഓണപരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ടാമ്പയിലാണുള്ളത്, ഫ്ലോറിഡയിൽ. അപ്പോൾ ഇവിടെ ഒരു ഓണപരിപാടിക്ക് കൂടാൻ വന്നതാണ്. നമ്മളിപ്പോൾ നമ്മളെ ഫാമിലി ഓഫ് 4 അവിടെ, ഫാമിലി ഓഫ് 4, ഫാമിലി ഓഫ് 5, 6 ആയിട്ടോ. അപ്പോൾ ഓണപരിപാടി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അമേരിക്കയിലെ ഓണം എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയം. ഇവിടെ നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ വലിയ പരിപാടിയാണ്. ഓരോരുത്തർ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഹാളിലേക്ക് ഇട്ടാ വലിയ സാരിയൊക്കെ ഇട്ട വന്ന് നേരെ ഹാളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ പരിപാടികൾ എന്താണെന്ന് നോക്കാം. രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് ആശോ ടിക്കറ്റ് എവിടെ എൻ്റെ ഇല്ല. നമ്മളെ ടിക്കറ്റ് ഫാമിലി ഓഫ് 4 എത്ര ഒരാൾക്ക് $25 അല്ലാതെ $25. പൈസ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഓണപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പച്ച കളറാ. ഇതാണ് നമ്മളെ രജിസ്ട്രേഷൻ കമ്മിറ്റി. ഇതാണ് നമ്മളെ മരിയ ചേച്ചി ഫ്രം കൊച്ചി. മരിയ ചേച്ചിയാണ് നമുക്കിത് കേട്ടി തരുന്നത്. പറയേ, ഞാൻ ചേച്ചിയല്ല പറയും, എന്താ പറയാതെ. അതിലിതാ ചന്ദനക്കൂടിയൊക്കെ തൊട്ടുണ്ട്. എന്തൊരു ഭവ്യത. അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി നടക്കുന്ന ഹാള്. കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെതാ എനിക്ക് തോന്നുന്നത് അത് സദ്യക്കുള്ള വരിയാണെന്നാണ്. സദ്യക്കുള്ളൊരു വരി. പിന്നെ മെയിൻ പരിപാടി നടക്കുന്ന സ്റ്റേജ് ഉണ്ട് ഇവിടെ. എന്തായാലും നമ്മളിതാ ഞാൻ അത് സദ്യൻ്റെ പരിപാടികൾ നോക്കട്ടെ. മലയാളി അസോസിയേഷൻ സെൻട്രൽ ഫ്ലോറിഡ ടാമ്പയിലുള്ളതാണ് ഇവര്. ഫൈനലി നമുക്ക് സദ്യ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളെ സദ്യയൊക്കെ വെക്കുന്ന സ്ഥലം. ആശോ, ഈ കഴിക്കാൻ വരുന്നില്ല? എന്നാ വാ ഇരിക്കാം, വാ. ഇതാ സദ്യ ഇവിടെ ഫുള്ള് സെറ്റാണ്, നമ്മൾ കഴിച്ചാൽ മതി. അനന്തോ എന്താ ഉള്ളതാ സദ്യയിലുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് റൈസ് വരാനുണ്ട്. പായസം എത്തിയിട്ടുണ്ട്. ഏതൊരു പായസം എത്തിയിട്ടുണ്ട്. ഏതാ പായസം എന്നറിയില്ല. ഇതാ റൈസ് ഓൺ ദ വേ ആണ്. അനന്തു ചേട്ടനാണ് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. എന്തോ എടുക്കുന്നുണ്ട്, എന്താ ആവാന്നറിയില്ല. ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അമേരിക്കൻസ് ഒക്കെ ഓലും വന്നിട്ട് ഫുഡ് കഴിക്കാൻ. ഇതാണ് നമ്മൾ ഹാള്. മോര് കൂട്ടി അരിയേട്ടനാണ് നമുക്ക് ചോറ് തരുന്നത്. വ്ളോഗ് ഫുള്ള്. സാമ്പാർ എത്തിയിട്ടുണ്ട്. പരിപ്പ് കറി എത്തി, ഇങ്ങനെ സാമ്പാർ എത്തി. റൈസ് കുറച്ച് കിട്ടുള്ളൂ. നമ്മൾ ഇനിയും കഴിക്കുന്നതായിരിക്കും. ഷുവർ ബ്രോ. നമ്മൾ സാമ്പാറിന്റെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ റൈസ് ഇട്ടിട്ടാക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ സദ്യ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. റൈസ് ഇവിടെ ഒരു പായസം ഉണ്ട്. പായസത്തിന്റെ പേരെന്താ അറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പരിപ്പല്ല, ഇത് പാലട പ്രഥമൻ വേറെ കളറാണ്. നമ്മളെ സദ്യ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈ കേട്ടെ. സദ്യക്ക് നമ്മളൊരു റേറ്റിംഗ് ഇടുകയാണെങ്കിൽ ഒരു 10-ല് എത്ര കൊടുക്കാം? 8 കൊടുക്കും. സത്യസന്ധമായി പറയണോ? നമുക്കൊരു ഞാനൊരു 7 അല്ലെ ഒരു 6.5. അത്തടിക്ക് 6.5. അപ്പോൾ നിങ്ങൾ കൈ കേട്ടെങ്കിൽ അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മുടെ മെയിൻ സദ്യ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബഫേ ആയിട്ട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബഫേ ആണ് ഓർഡർ ചെയ്തെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങിയിട്ട് പ്ലേറ്റ് വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റും. ഒരു ബോക്സ് ആക്കി തരും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. കേരളത്തിൻ്റെ ഒരു വഞ്ചി അവിടെ നടക്കുന്ന പരിപാടി ഇവിടെ കാണാം. എന്തായാലും ഒരു 1000 ആൾക്കാരടുത്ത് പരിപാടി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒരു എത്രാമത്തെ ട്രിപ്പ് അറിയില്ല, 2-3 ട്രിപ്പൊക്കെയാണ്. ചെക്കന്മാർ ഫുഡ് കഴിക്കാൻ പോകണ്ട്. അല്ലപ്പോൾ പോയേക്കാം. നൈസായിട്ട് നമുക്കൊരു പായസം കൂടി അനീഷേട്ടനെ എടുത്തതുണ്ട്. ഒരു ഉള്ളുപ്പും ഇല്ലാണ്ട് രണ്ടാമത് വന്ന് അരി കുഴപ്പമില്ല. അരി ഫസ്റ്റത്താണ്. പിന്നെ ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ആശു കഴിക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഭാരവാഹികൾ മുഴുവൻ സ്റ്റേജിന്റെ മുകളിൽ മാവേലിക്ക് വന്നിട്ടുണ്ട്. ഫുള്ള ആൾക്കാരായിട്ട് ഇവിടെ ഒക്കെ മലയാളികളാട്ടോ. സെൻട്രൽ ഫ്ലോറിഡയിലെ
അപ്പൊ അങ്ങനെ നമ്മള് ഓണപരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി സുഹൃത്തുക്കളെ? സത്യസന്ധമായി പറയണം. മാമ്പാങ്കം എന്നുള്ളൊരു പരിപാടി നടത്തി ഓരോ കേരളത്തിന്റെ ഭാഗങ്ങളൊക്കെ അത് നല്ലൊരു അടിപൊളി പരിപാടി ചെയ്യും. സദ്യ ഒരു ആവറേജ് ചെയ്യും, പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ആശു സദ്യനെ കുറിച്ചിട്ട് എത്ര 10ൽ എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കൊടുക്കില്ല. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.